സെൻട്രൽ ആഫ്രിക്കയിൽ വളരെ ചെറുതല്ല, അത്യാവശ്യം ജനസംഖ്യയുള്ള 10 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ് DR കോങ്കോ അഥവാ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. തങ്ങളുടെ അഭിമാന നിമിഷം ലോകകപ്പിൽ സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മൾ ഇന്ത്യക്കാരെന്ന രീതിയിൽ നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഒരു ഗോള്, ഒരു പോയിന്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അവരുടെ 2ാം ലോകകപ്പിൽ 74 ലോകകപ്പ് 2ാം ലോകകപ്പിൽ കോങ്കോ ഗോൾ നേടിയെന്ന് മാത്രമല്ല യൂറോപ്യൻ നേഷൻസ് ലീഗ് ചാമ്പ്യന്മാരായ പോർച്ചുഗലിനെ, ലോകത്തിലെ തന്നെ ഒരു മുൻനിര ടീമിനെ 1-1 സമനിലയിൽ തളച്ചിരിക്കുന്നു. പോർച്ചുഗൽ 1, DR കോങ്കോ 1. മത്സരം തുടക്കം തൊട്ട് തന്നെ പന്തടക്കവും പാസിങ്ങും പൊസഷനും ഒക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും ലീഡ് ചെയ്തിരുന്നത് പോർച്ചുഗലാണ്. ഒരു കാര്യം പറയാം, 769 പ്രത്യേകത അറിയാം. എന്താണ്? 769 പാസുകൾ പൂർത്തിയാക്കി പോർച്ചുഗൽ തോറ്റില്ലല്ലോ. പോർച്ചുഗൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. സ്പെയിൻ 764 ഉണ്ട്. അപ്പോൾ പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരും വിചാരിച്ചത് ഗോൾ അടിക്കുക എന്നുള്ളതല്ല, കൂടുതൽ ആദ്യം 1000 തേക്കുക എന്നുള്ളതാണ് തോന്നുന്നു. 6ാം മിനിറ്റിൽ ജാവനോസിന്റെ ബോൾ കണ്ടപ്പോൾ തന്നെ ജയിച്ചു, മതി, ഇനിയിത് മതി, വേറൊന്നും വേണ്ട എന്നുള്ളൊരു ഇതിലോട്ട് മാറി. അതോടുകൂടി പോർച്ചുഗലിലെ ആക്രമണം മുഴുവനായിട്ട് തന്നു. ഫസ്റ്റ് ഹാഫിൽ മുഴുവനായിട്ട് സ്വന്തം ഹാഫിലിട്ട് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു ടീം. പെട്ടെന്ന് ഓർമ്മ വരുമെന്ന് വെച്ചാൽ ബെൽജിയത്തെ പൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രാൻസ് എടുത്ത അടവ് പോലെ തോന്നിപ്പോയി പെട്ടെന്ന്. എന്തിനാണ് ഈ ഒരു ടീമിനെതിരെ ശക്തരെന്ന് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കമന്ററി പറഞ്ഞു കേട്ടു. ഇങ്ങനെ പറഞ്ഞു, വിത്തൗട്ട് റൊണാൾഡോ അവര് വേൾഡ് കപ്പ് എടുക്കാൻ പ്രാപ്തരായ പ്ലേയേഴ്സിനെയും കൊണ്ടുവന്നതാണ്. എന്നിട്ട് യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും കളിക്കളത്തിൽ കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം. ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ അടിച്ചാലേ കളി ജയിക്കുള്ളൂ. അതിനെക്കുറിച്ച് ഈ ചങ്ങാതിമാർക്ക് യാതൊരു ഗോളും ഇല്ല എന്നാണ് തോന്നുന്നത്. അണ്ണനാണെങ്കിൽ 25 ടച്ച് പോലും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അണ്ണൻ ആകെ കിട്ടിയ 2 എണ്ണം നല്ല ബ്ലോക്കായിരുന്നു. ശരിക്കും അടിക്കാനും പറ്റില്ല. പുറത്തോട്ട് ഒരെണ്ണം കാലുനോക്കി ഒരു ഫേക്ക് ചെയ്തിരുന്ന ബ്രൂണോയ്ക്ക് അടിക്കായിരുന്നു, പക്ഷെ അതും ഗോളാവുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ റഫറിയെ നോക്കി പോക്കർ കാണിച്ചത് 2, പന്ത് പുറത്തേക്ക് അടിച്ചത് 3, ഓഫ് സൈഡിൽ നിന്ന് 4 എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അണ്ണൻ്റെ റേറ്റിംഗ് കണക്കാക്കേണ്ട അവസ്ഥയിലാണ്. മെസ്സി 3 അടിച്ചപ്പോൾ ഞാൻ 3 അടിക്കണ്ടേ എന്ന് പറഞ്ഞ് വന്ന് ഞങ്ങളുടെ അണ്ണനെ ആണ് ഗതികേട്. 41 തിളക്കത്തിൽ അണ്ണൻ മുന്നോട്ട് എങ്ങനെയോ ഓരോ കളിയൊന്നും പറയാൻ പറ്റില്ല. ടീം മൊത്തത്തിൽ ടീം സെറ്റാണ്, പാസിംഗ് കൊണ്ട് പന്തടക്കം ഉണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ അമിതമായിട്ട് ആത്മവിശ്വാസത്തിന്റെ പുറത്ത് സ്വന്തം ഹാഫിലിട്ട് തട്ടിക്കളിച്ചത് ഒന്നാണ് ഗോള്. തിരിച്ചടിക്കാൻ സെക്കൻഡ് ഹാഫിൽ നടന്നില്ല. കോങ്കോ സ്ട്രോങ് ആയി അവർ ഓൾ ഔട്ട് അറ്റാക്ക് 5 പേര് അറ്റാക്കിൽ ഒരു തിരിച്ചു പോകുമ്പോൾ 5-6 പേര് ഡിഫൻസിന് വരുന്നു. നല്ലതാണ്, നല്ല കളിയായിരുന്നു കോങ്കോ. അവർക്ക് ഗോളി പ്രത്യേകം മെൻഷൻ അറിയിക്കുന്നു. മാക്സി നല്ല കളിയായിരുന്നു. 2 ടീമിന്റെ ഗോളിമാരെ കുറിച്ച് പറയാം. കോസ്റ്റയുടെ അഹങ്കാരം തന്നെ, ഈ ബോൾ കൈ വെച്ച് ടൈം എടുത്ത് കളിക്കാൻ പറഞ്ഞ അഹങ്കാരം 2 വട്ടമാണ്. അത് എന്തോ കോങ്കോയുടെ ദൗർഭാഗ്യം. അല്ലെന്നുണ്ടെങ്കിൽ 2 വട്ടത്തിൽ ഏതെങ്കിലും ഒരു വട്ടം ചിലപ്പോൾ ഒരു മാച്ചായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കോങ്കോയുടെ ഗോളിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ആ പന്ത് അടക്കി പിടിക്കുന്നതിനുള്ളൊരിത്, അത് 2 പേരുടെ നേരെ പോസിറ്റീവ്. ഇയാൾ തട്ടിക്കളിക്കുമ്പോൾ അയാൾ അടക്കി പിടിക്കുക. ഒരു പന്ത് പോലും ഡിഫ്ലക്ഷൻ വരാനോ കയ്യിൽ നിന്ന് തട്ടിക്കളിച്ചു പോകാനോ ഒന്നും ഉണ്ടായില്ല. കമന്ററിൽ അത് പറയുന്നുണ്ടായിരുന്നു. എനിവേ ബ്രൂണോ, മറ്റേ PSG താരമുണ്ടല്ലോ ന്യൂനോ മെൻഡസ്, റൊണാൾഡോ, നമ്മുടെ സിറ്റിയുടെ ബെർണാർഡോ സിൽവ തുടങ്ങി റാഫേലിയോ കൊമ്പന്മാരുമായിട്ട് ഇറങ്ങിയ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചിരിക്കുന്നു കോങ്കോ. 2 മനോഹരമായ ഗോളുകൾ തന്നെയാണ്. 2 മനോഹരമായ 2 ഹെഡിങ് ഗോളുകൾ. മാർസിയുടെയും വിസയുടെയും 2 ഗോള് ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിലും ഫസ്റ്റ് ഹാഫിന്റെ എക്സ്ട്രാ ടൈമിലുമായിട്ട് 2 മനോഹരമായ ഗോളുകൾ പിറന്നു. ന്യൂകാസിൽ യുണൈറ്റഡ് താരമാണ് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത്. ഇപ്പുറത്തടിച്ച ഗോളിന് ഒരു പ്രത്യേകതയുണ്ട്. പോർച്ചുഗലിന് വേണ്ടി വേൾഡ് കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ താരമായി. റാമോസിനും റൊണാൾഡോയ്ക്കും ശേഷം 1ാമത്തെ താരമായിട്ട് നവാസ് വരികയാണ്. അപ്പോൾ ഞാൻ പോർച്ചുഗൽ ഫാനല്ല, പക്ഷെ അണ്ണൻ ഫാനാണ്. ഞങ്ങളുടെ അണ്ണൻ 6ാമത്തെ കോൺസിക്യൂട്ടീവ് വേൾഡ് കപ്പിൽ ഗോൾ നേടുന്ന ആദ്യ താരമായിട്ട് മാറാൻ ഇനിയും കാത്തിരിക്കണം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 മത്സരം കൂടെ ഉണ്ട്. ഏതിലേക്ക് ഒരെണ്ണത്തിൽ അണ്ണൻ അടിക്കുകയും മെസ്സി ഇപ്പോൾ 6 ലോകകപ്പ് കളിക്കുന്ന ആദ്യത്തെ താരം റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി. ഗോൾ അടിക്കുന്ന താരമാണ് ആദ്യത്തെ റെക്കോർഡ് ഞങ്ങൾ അണ്ണൻ തന്നെ സ്വന്തമാക്കും. പിന്നെ ഒരു
ഇതും കൂടെ ഉണ്ട്. ബൊമ്മയുടെ കാര്യം വരുമ്പോൾ മുത്തുസ്വാമിയെ എടുത്തു പറയണം. ഒരു ഇന്ത്യക്കാരനും സന്തോഷമാണ്. തമിഴ്നാട്ടിൽ നിന്ന് പോയ തമിഴ്നാടിന്റെയും ഇന്ത്യയുടെയും വംശജനായ മുത്തുസ്വാമി വളരെ മികച്ച കളി, 8ാം നമ്പറിൽ ഇറങ്ങി അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ കളിക്കുകയുണ്ടായി. ഷോട്ട് എടുത്ത് ഒത്തില്ല. വരുന്ന ആളുകളിൽ ഈ ഗ്രൂപ്പിലെ മത്സരങ്ങളും അണ്ണന്റെ ഭാവിയും പോർച്ചുഗലിന്റെ ഭാവിയും. പിന്നെ ഒരു കാര്യം പറയാം, ബ്രൂണോ ഫെർണാണ്ടസ് അണ്ണന് ബോൾ കൊടുക്കുന്നില്ല. ബ്രൂണോ മാഞ്ചസ്റ്ററിൽ വെച്ചുള്ളവന്റെ സ്വഭാവം. ബ്രൂണോ ഇത് ശരിയല്ല, അണ്ണൻ ബോൾ കൊടുക്കും, അണ്ണൻ ഫിനിഷ് ചെയ്യും, അണ്ണനൊരു ടാപ്പിന്റെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. വരുന്ന മത്സരങ്ങളിൽ എങ്ങനെയാണ് പോർച്ചുഗലിന്റെ ഭാവി കണ്ടറിയാം.